ഹായ്, ഐ എം ഡോക്ടർ ഗായത്രി, ഫിസിഷ്യൻ ചങ്ങമ്പള്ളി റെമഡിയം. ഇന്ന് നമ്മളോടൊപ്പം തിരുനാവായ ചങ്ങമ്പള്ളി വൈദ്യഭവനിലെ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഷാനി ഉണ്ട്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ പൊതുവായി കാണപ്പെടുന്ന ക്യാൻസർ രോഗങ്ങളെ കുറിച്ചാണ്. ഡോക്ടർ, അപ്പോൾ പൊതുവായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് സ്ത്രീകളിൽ ക്യാൻസർ ആയിട്ട് കാണപ്പെടുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് CA ബ്രസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ സർവൈക്കൽ ക്യാൻസറുകളും എൻഡോമെട്രിയൽ ക്യാൻസറുകളും ഒവേറിയൻ ക്യാൻസറുകളൊക്കെ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ടും ഏത് ക്യാൻസർ രോഗത്തിനാണ് കൂടുതലും സ്ത്രീകളുടെ ഇടയിൽ പ്രിവലൻസ് ഉള്ളതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? CA ബ്രസ്റ്റും സർവൈക്കൽ ക്യാൻസറും ഒക്കെ തന്നെയാണ് നമുക്ക് വരുന്ന കേസുകളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇപ്പം CA ബ്രസ്റ്റിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സെൽഫ് എക്സാമിനേഷൻ ചെയ്തിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഡോക്ടർക്ക് അതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് നമുക്ക് സ്ക്രീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സ്ക്രീനിങ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലേഡീസിന് പീരിയഡ്സിന്റെ ടൈമിൽ പീരിയഡ്സ് കഴിഞ്ഞ ഉടനെ ആയിട്ട് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. അത് മിററിൽ നോക്കിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അത് യൂട്യൂബിലും വീഡിയോസിലൊക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ളൂ അത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ സ്ക്രീനിങ്, പിന്നെ സ്റ്റേജസ്, ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജസും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഈ സ്ക്രീനിങ്ങിന്റെയും സ്റ്റേജസിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഒരു രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ഫെർദർ ആയിട്ടുള്ള നമ്മളെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിന്റെ ആപ്ലിക്കേഷന്? അപ്പോൾ സ്റ്റേജ് ഇപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ 4 സ്റ്റേജുകളായിട്ടാണ്. ഇപ്പോൾ CA ബ്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ 4 സ്റ്റേജായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ രോഗത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് ഈ സ്റ്റേജസ് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫസ്റ്റ് സ്റ്റേജ് രോഗത്തിൻ്റെ തുടക്കമാണെന്നുണ്ടെങ്കിൽ 4th സ്റ്റേജ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് രോഗം വേറെയുള്ള ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്ക്രീനിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആണ് നമുക്ക് ഗുണം ചെയ്യുക. ഏർലി ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഏർലി ഡിറ്റക്ഷൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും സ്ത്രീകൾ പറ്റുന്ന ഒരു അഭാവം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇത് പുറത്ത് പറയാൻ മടിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു 3rd സ്റ്റേജ് 4th സ്റ്റേജിലാവും നമ്മളിത് ഡയഗ്നോസ് ചെയ്യുക. പക്ഷെ അപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 4th സ്റ്റേജ് ആണെങ്കിലും സ്പ്രെഡ് ഉണ്ടെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഈ സ്റ്റേജസിന്റെ കേസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോന്നായിട്ട് ഒരു പ്രസന്റേഷൻ കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഡോക്ടർക്ക് അത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? അതിൽ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 2 സെന്റിമീറ്ററിന്റെ താഴെയുള്ള ഒരു തടിപ്പ്, അങ്ങനെ അത് നമുക്ക് സെൽഫ് എക്സാമിനേഷനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ അതൊരു 2 to 5 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ളൊരു തടിപ്പായിട്ടുണ്ടാവും. അത് നമുക്ക് സെൽഫ് എക്സാമിനേഷനിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ അത് ലിംഫ് നോഡിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ഉണ്ടാവും, കക്ഷത്തിലൊക്കെ ലിംഫ് നോഡിലേക്ക് സ്പ്രെഡ് ഉണ്ടാവും. പിന്നെ 3rd സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു 5 സെന്റിമീറ്റർ എബവ് സൈസും ഉണ്ടാവും. അതിൻ്റെ കൂടെ പുറത്തേക്ക് ചിലപ്പോൾ അൾസറേഷൻ എന്തെങ്കിലും ഉണ്ടാവാം. സ്കിന്നിൽ ഇപ്പോൾ ഓറഞ്ച് പീലൊക്കെ പോലെയുള്ള അപ്പിയറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 4th സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടാവണം. ഇപ്പം ഡോക്ടർ OP യിലും IP യിലും ആയിട്ട് ഒരുപാട് കേസസ് ഇപ്പൊ തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും കോമൺലി യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് അല്ലെങ്കിൽ ചികിത്സാ രീതികൾ അതെന്തൊക്കെയാണ്? ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ടോക്സിക് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യും. വമനം വിരേചനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അതിൽ സ്നേഹപാനം ചെയ്തിട്ടാണ് നമ്മൾ വമനം വിരേചനം ചെയ്യുക. അത് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുക. പിന്നെ വസ്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യും. ശിരോധാരകൾ ചെയ്യാറുണ്ട്. ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ജനറലായിട്ട് ചെയ്യുമ്പോൾ ഫുൾ ബോഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ലോക്കലൈസ്ഡ് ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോഴും കൂടുതലായിട്ട് OP യിലാണെങ്കിലും IP യിലാണെങ്കിലും നമുക്ക് കൂടുതൽ കേസസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എത്രത്തോളം ആൾക്കാർ രോഗം ഭേദമായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സക്സസ് റേറ്റ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ശരിക്കും ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് കാണുന്നത്. രോഗം മാറുന്ന കേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ സ്റ്റേജിൻ്റെ കാറ്റഗറൈസേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 4th സ്റ്റേജ് ആണെങ്കിലും ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് ഒരുപാട് പറയാൻ പറ്റില്ലെങ്കിലും ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അതായത് സിംറ്റമാറ്റിക് റിലീഫ് പേഷ്യൻസിന്, പെയിന്, പിന്നെ 4th സ്റ്റേജൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അൾസറേഷനൊക്കെ വന്ന് അതിൽ നിന്ന് ഡിസ്ചാർജുകൾ കാര്യങ്ങൾ. 4th സ്റ്റേജൊക്കെ ആകുമ്പോൾ നമ്മൾ സർജറി ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ വേറെ ഓർഗൻസിലേക്കുള്ള സ്പ്രെഡ് ഉണ്ടാവും. അപ്പോഴൊക്കെ അസോസിയേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടാവും. ഇപ്പോൾ ലങ്സിലേക്കൊക്കെ സ്പ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ചെയ്യുക, സ്ക്രീനിങ് കറക്റ്റായിട്ട് ചെയ്യുക, പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ കറക്റ്റ് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു ചെറിയൊരു അവയർനെസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ.